നമസ്കാരം. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയും പുറത്തേക്ക് വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ കട്ടളപ്പാളി കേസിലും ജാമ്യം ലഭിച്ചതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തേക്ക് വരികയാണ്. ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് 90 ദിവസം പൂർത്തിയായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും നേരത്തെ മുരാരി ബാബുവും ശ്രീകുമാറും സുധീഷും എല്ലാം പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ താമസമില്ലാതെ എ പത്മകുമാറും പുറത്തിറങ്ങും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇന്നലെ ഹൈക്കോടതി നിലവിലെ അന്വേഷണത്തെ തൃപ്തിപ്പെടുപ്പിച്ച സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ കരുതലോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്ത് വിടാതിരിക്കാനായി നേരത്തെ പോറ്റിയുടെ പേരിലുണ്ടായിരുന്ന ചില കേസുകൾ വീണ്ടും കൊണ്ടുവരാൻ നടത്തിയ ശ്രമം വിജയിച്ചിരുന്നില്ല. പോറ്റിയുടെ പേരിൽ നേരത്തെ ചില തട്ടിപ്പ് കേസുകളും ചെക്ക് കേസുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അവയെല്ലാം തന്നെ നേരത്തെ തന്നെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും അവ കുത്തിവെക്കാൻ കഴിയാതെ വന്നത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് വരുമ്പോഴും അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻസി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാത്തിരിപ്പുണ്ട്. അത് ED ആണ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അവർ അടിയന്തരമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട പലരെയും മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ED ചോദ്യം ചെയ്തിരുന്നു. മറ്റു പലർക്കും ED നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്നാലും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ തന്നെയായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക എന്നാണ് ED കരുതുന്നത്. എന്നാൽ ഇപ്പോഴും ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ ജയിലിൽ തന്നെ കഴിയുകയാണ്. കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിനിടയിലുണ്ടായ വളരെ നിർണായകമായ ഒരു സംഭവം, തിരുവല്ല ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഇന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് നടത്തിയിരുന്നു. തന്ത്രി കണ്ഠരര് രാജീവർ ഇവിടെ 2.5 കോടിയോളം രൂപ നേരത്തെ നിക്ഷേപിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനം പിന്നീട് പൊളിയുകയായിരുന്നു. 150ഓളം ശാഖകൾ വിവിധ ഭാഗങ്ങളിലായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്വകാര്യ കമ്പനിയായിരുന്നു. കേരള കോൺഗ്രസ് നേതാവിൻ്റെ വകയായിരുന്നു ഈ കമ്പനി. കണ്ഠരര് രാജീവർക്ക് ഇത്രയും പണം നഷ്ടമായിട്ടും അദ്ദേഹം എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല. എങ്കിൽ പോലും ഇവരെല്ലാവരും ഇപ്പോൾ ജാമ്യം നേടി പുറത്തിറങ്ങിയവരും ഇപ്പോൾ ജയിലിൽ കഴിയുന്നവരും എല്ലാവരും തന്നെ EDയുടെ റഡാറിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം ഉറപ്പാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഈ പ്രതികൾക്കെല്ലാം തന്നെ ജാമ്യം കിട്ടുമെന്ന് നേരത്തെ അറിയാവുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഒരു പ്രാഥമികമായ ഒരു കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന് പോലും ചോദ്യം അവിടെ വരുന്നുണ്ട്. ഒരുപക്ഷെ സർക്കാരിൻ്റെ ശക്തമായ സമ്മർദ്ദം ഇതിന് പിന്നിലുണ്ടാവും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ കൂടുതൽ വലയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള സംശയമായിരിക്കാം ഒരുപക്ഷെ അവരിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. എന്തായാലും ED അന്വേഷിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. CBI അന്വേഷിക്കാൻ തയ്യാറാണെന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പുറത്തിറങ്ങിയാലും കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ ഒന്നാം പ്രതി എന്നുള്ള നിലയിൽ പല അന്വേഷണ ഏജൻസികളോടും ഉണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും വെളിപ്പെടുത്തേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പുറത്തിറങ്ങുന്നു. നേരത്തെ മറ്റു പലരും പുറത്തിറങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ വീണ്ടും കണ്ടുമുട്ടാനും ഗൂഢാലോചന നടത്തി കേസിൻ്റെ അന്വേഷണം അട്ടിമറിക്കാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കും എന്നുള്ള കാര്യം നമ്മൾ സ്വാഭാവികമായി സംശയിക്കേണ്ടിയിരിക്കുന്നെങ്കിലും ഇവരിൽ പലരും ഇപ്പോഴും EDയുടെ റഡാറിലാണ് എന്നുള്ളതാണ് ഇതിലെ ആശ്വാസകരമായ കാര്യം. ഇവരെല്ലാവരെയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചാൽ മാത്രമേ ഈ കേസിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. വലിയ തോതിൽ അന്തർദേശീയ ബന്ധങ്ങളുള്ള മാഫിയകൾക്ക് ഈ ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ പല പൂജാ വസ്തുക്കളും ഇവർ കൈമാറ്റം ചെയ്തതായിട്ടാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വലിയ തുകയായിരിക്കും കൈമാറപ്പെട്ടിട്ടുള്ളതും അത് കള്ളപ്പണമായിട്ടായിരിക്കാം ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും സംശയിക്കുന്നത്. ഏതായാലും പോറ്റി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞും തന്ത്രി എപ്പോഴും അകത്ത് തന്നെ. പക്ഷേ ഇവരെല്ലാവരും EDയുടെ വലയിലാണ് എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ED ആണ് അടുത്തതായി ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടികളുമായി ഇപ്പോൾ മുന്നോട്ടെത്തിയിരിക്കുന്നത്.